അന്തരിച്ചുപോയ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വളരെ കുൽസിതമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായി അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ്സുകാരുടെ ചില കുൽസിത ഭാവങ്ങളുടെ ശ്രമമായി ഇന്ന് ഡൽഹിയിൽ വായു ജിഹാദ് നടക്കുന്നുണ്ട്. എന്താണ് വായു ജിഹാദ് എന്നല്ലേ? വിഷാംശം കലർന്ന വായു അന്തരീക്ഷത്തിലാകെ നിറഞ്ഞ് താജ്മഹൽ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ അതിങ്ങനെ ശ്വസിച്ച് തീർക്കുകയാണ്. ആരാണ് ശ്വസിച്ച് തീർക്കുന്നത്? ദേശീയ ഭാരതീയർ. എങ്ങനെയാണ് വായു ജിഹാദ് ഉണ്ടായത്? അത് ദേശീയ ഭാരതീയരായ ഈ പറഞ്ഞ മനുഷ്യരിലേക്ക് അതിതീവ്ര ഭാവങ്ങൾ കയറ്റിവിട്ട് AAP സർക്കാർ ഡൽഹിയിൽ അല്പം കുറച്ച് കത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ നീ ആരാടാ ചോദിക്കാനെന്ന് പറഞ്ഞ് ആഞ്ഞ് കത്തിച്ചതിൻ്റെ പുകയാണ്. എല്ലാവരും വലിക്കുന്നുണ്ട്. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഡൽഹിയിൽ വിദേശ സഞ്ചാരികളുടെ സാന്നിധ്യം വളരെ കുറവായിരിക്കുമെന്നും പറയുന്നു. എല്ലാ ആഴ്ചയിലും ഇതുണ്ടായിരുന്നെങ്കിൽ എന്തൊരു മനോഹരമായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ആളുകളും ചില പോസ്റ്റുകളുടെ അടിയിൽ കമൻ്റായി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന വായു ജിഹാദ്. ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ജാതിയും മതവും കത്തിച്ച് പല ആളുകളും ചെയ്യുന്നത് പണ്ട് ഈ തടി മുറിക്കുന്നതിനിടയിൽ ആ മുറിച്ചതിൻ്റെ പുറത്ത് കയറിയിരുന്ന് ആപ്പൂരിയ കുരങ്ങനെ പോലെ ഇരുന്ന് ഒരു രാജ്യത്തിൻ്റെ ആപ്പൂരുകയാണ്. അങ്ങനെ ആപ്പൂരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സംഭവിക്കും. എല്ലാവരും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. എന്നാൽ സന്തോഷത്തോടെ ഉള്ളതിലൊതുങ്ങി പരസ്പരം ബഹുമാനിച്ചും കുറച്ച് വിഷമോ അസൂയയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിൽ സൂക്ഷിച്ചും ജീവിച്ചാൽ വലിയ അല്ലലില്ലാതെ മുന്നോട്ട് പോകാം. ഇന്ത്യയിൽ ഇന്ന് കാണുന്ന കുഴപ്പങ്ങൾക്കെല്ലാം ഉത്തരവാദി ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റു ഉണ്ടാക്കിയ കുഴപ്പങ്ങളാണ് ഈ രാജ്യത്തെല്ലാം ഉള്ളത് എന്ന് മാത്രമല്ല, കുറച്ച് ജിഹാദികളും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇപ്പോൾ കെവിൻ പീറ്ററിനാണെങ്കിൽ കാശ്മീരിൽ നിന്നും വന്ന കുറച്ച് ജിഹാദികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നവും ഇന്ത്യയിലുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിലൊന്നാണ് ഡൽഹി ഇന്ന് ശ്വാസം മുട്ടുന്ന വായു ജിഹാദ്. വായു ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം വായു അന്തരീക്ഷത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ടു. ആ വായു ഉണ്ടായത് ദീപാവലിക്ക് എല്ലാവരും കൂടി കയ്യും മെയ്യും മറന്ന് കത്തിച്ചു. ദീപാവലിക്ക് കുറച്ച് കത്തിക്കാൻ പറയാനൊക്കില്ല. ആരാ ഹിന്ദുവിനോട് പറയാൻ? അതും പ്രത്യേകിച്ച് മോഡിജി ഭരിക്കുമ്പോൾ. നെഹ്റുവിനെ വർഷങ്ങൾ കഴിഞ്ഞും എതിർത്തും തോൽപ്പിച്ചും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ പറയാൻ പാടുണ്ടോ? ആം ആദ്മി സർക്കാർ പറഞ്ഞു, അന്തരീക്ഷമാകെ കലുഷിതമാണ്, മലിനീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് കത്തിക്കുന്നത് കുറയ്ക്കണം എന്ന്. അപ്പോഴേക്ക് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ടല്ലോ, ഈ ഉള്ളതിൽ മൂത്തത്, അവർ രംഗത്തിറങ്ങി. ആഹാ, ഹിന്ദുവിനെ നിയന്ത്രിക്കുന്നു, എങ്കിൽ കാണിച്ചു തരാം. കത്തിച്ച് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതെന്നറിയോ? ആകെ പുകമഞ്ഞിൽ മൂടി സ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്ന സ്ഥിതിയായി. താജ്മഹൽ അടക്കമുള്ള സ്ഥലങ്ങൾ കാണാൻ സഞ്ചാരികൾക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയായി. അന്തരീക്ഷത്തിൽ പുകമഞ്ഞ് വർദ്ധിച്ച് ചൂട് 17 ഡിഗ്രിയായി. വായുവിൻ്റെ ക്വാളിറ്റി 193 ആയി. ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഈ വായു മലിനീകരണ തോത് ഒട്ടും കുറയാതെ ഗൗരവമായി നിൽക്കുകയാണ്. ചുരുക്കത്തിൽ അവനവൻ്റെ മൂട്ടിൽ കത്തിച്ച് ഇപ്പോൾ ശ്വാസം മുട്ടുന്നു. അതാണ് ഡൽഹിയിലെ സ്ഥിതി. ഇതങ്ങനെ ആയതുകൊണ്ടും ദീപാവലിക്ക് കത്തിച്ചതായതുകൊണ്ടും നെഹ്റു മരിച്ചു പോയതുകൊണ്ടും തൽക്കാലം വേറെ വാർത്തകളൊന്നുമില്ല. അന്തരീക്ഷ മലിനീകരണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വായു ജിഹാദായനെ.